അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്ക് മൈത്രേനെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റില്ല? സത്യം പറയുള്ളൂ, ഒരുമാതിരി പോക്കരത്തരം പറഞ്ഞാലുണ്ടല്ലോ. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? അങ്ങനെയെങ്കിലും അംബാനി കോന്തന ഇത് പണം ഇത്രയും കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് കാഴ്ചപ്പാട്. ഇത്രയും അറിയണം വേറെ ഒന്നിനുമല്ല. ഇയാളുടെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. തനിക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി, താൻ വിഷയം മനസ്സിലാക്കാനൊന്നും അല്ല, താൻ ആഷ്മിയാണ്, അത്രേ ഉള്ളൂ. അതായത് അത് കണ്ടപ്പോഴേ മനസ്സിലായി നിന്റെ കള്ളലക്ഷം മുഴുവൻ ഇവന്റെ മുഖത്തുണ്ട്. താൻ ആഷ്മിയാ, തനിക്ക് അജണ്ടയുണ്ട്. അതെല്ലാവർക്കും ഉള്ളതല്ലേ സാർ? വിഷയം പറയുമ്പോ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്ക്. അതിന് പകരം താൻ ഹാഷ്മിയാകാൻ ശ്രമിക്കണ്ട. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? കഴിഞ്ഞിട്ടില്ലടോ, തനിക്ക് കേൾക്കാനുള്ള അറിവായിട്ടില്ല. അല്ല, താനാര ലോകത്തല്ല എന്താ മഹാന? തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. വെറുതെ അവിടെ മിണ്ടാണ്ടിരിക്കുക, പറയുന്ന കേക്ക്. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോണം. ഉത്തരം പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ഉത്തരം പറയുന്നില്ല, മനസ്സില്ല. കഴിഞ്ഞോ? ഇയാൾ എന്ത് മരം കൊടനാ എന്ന ആളുകൾ പറയായിരിക്കും, പക്ഷെ കുലുങ്ങരുത്. മദ്യനയത്തിൽ അങ്ങനെ വല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സംസാരിപ്പിക്കാണ്ട്, അല്ലാതെ വെറുതെ എന്നെ കൊണ്ട് എന്നെ ഈ അലപ്പിക്കാതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റില് MDMA കഞ്ചാവാണെന്നുണ്ടെങ്കിൽ പോലും അത്രത്തില് നിരോധിക്കാതെ ഇവിടെ ലീഗിൽ കൊടുക്കണമെന്നുള്ളതായിരുന്നു. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്നു. ആരെ? ഇയാളെ വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഇങ്ങനെ കാണാൻ പറ്റുന്ന അത് കഴിഞ്ഞു. എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങണി. ഇനി വിടുന്ന ആപ്പിലാവും.